കഴിവുള്ളവരെ മുളയിലേ നുള്ളിക്കളയുക എന്നത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് വേടനോട് കാണിച്ചിട്ടുണ്ടോ എന്നും ഇത്തരുണത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാങ്ങയുള്ള മാവിലെ ഏറുണ്ടാവുള്ളൂ. കുട്ടികൾക്ക് മാതൃക, കുട്ടികളെ നിങ്ങൾ മദ്യപിക്കരുത്, കഞ്ചാവ് വലിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അയാളെ റൂമിൽ നിന്ന് ഈ സാധനം എടുത്തിരിക്കുക. ഇയാളൊക്കെ ഒന്ന് പാടാൻ വന്ന് പഠിച്ചാൽ എന്തായിരിക്കും? വേടന ആരുമല്ല സമൂഹത്തിൽ. വേടന ആരാണ്? നമ്മൾ ചുമ്മാ വേടം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് ക്വാളിറ്റിയാണോ ഉള്ളത്? ഇവിടെ ഒരാൾ വ്യക്തി വന്നാലും അപ്പം അവനെ പറ്റി എന്തെങ്കിലും പരിദോഷം പറയും. തെളിവുകൊണ്ട് വരാൻ പറയും. എവിടെയും തെളിവാണല്ലോ വേണ്ടത്. നമസ്കാരം. ഇന്ന് കേരളത്തിലെ മിന്നും താരമാണ് വേടൻ. വേടനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോഴിതാ ഉയർന്നിരിക്കുന്നത്. തന്നെ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി വളരെ വയലൻ്റായി തന്നോട് സെക്സ് ചെയ്തുവെന്നാണ് ഒരു യുവതിയുടെ വെളിപ്പെടുത്തൽ. ഈ വേടൻ്റെ പാട്ടുകളാണോ കുട്ടികൾ പഠിക്കേണ്ടത്? നമുക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ ഒന്ന് കേട്ടു നോക്കാം. പുള്ളിക്കെതിരെ ഇന്നൊരു പീഡന കേസ് പരാതി വന്നിരിക്കുകയാണ്. മുൻപ് പുള്ളിയുടെ പാട്ട് കുട്ടികളുടെ ഡിഗ്രിയുടെ സിലബസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഈ പീഡന കേസും കഞ്ചാവും ഒക്കെ വലിക്കുന്ന ഒരു വ്യക്തിയുടെ പാട്ടുകൾ കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി അങ്കിളിന് എന്താ പറയാനുള്ളത്? എന്താ പറയാ, അത് തെറ്റായിട്ടുള്ള നടപടിയാണ്. അദ്ദേഹത്തിനെതിരെ ഇന്നൊരു ബലാത്സംഗ കേസ് പരാതി വന്നിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി പരാതി കൊടുത്ത യുവതി പറയുന്നത്, എനിക്ക് എത്ര വേദനിച്ചാലും വീണ്ടും വീണ്ടും സെക്സ് ചെയ്യാനായിട്ട് വേടൻ നിർബന്ധിച്ചിരുന്നു എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള വേടൻ്റെ പാട്ടുകൾ കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനോട് എന്താ അങ്കിളിൻ്റെ അഭിപ്രായം? ശരിയായ നടപടിയല്ല. ഇങ്ങനെയൊക്കെയുള്ള കേസ് വരുന്ന ആളിൻ്റെ ഇത് ഉൾപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്നും പറഞ്ഞു തരാം. നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെ വേടൻ്റെ പിന്നെ പൊതുപരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു ബലാത്സംഗ പീഡന കേസ് വന്നിരിക്കുകയാണ്. അത് കെട്ടിച്ചമർത്തിയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം റാപ്പർ വേടൻ ഞാൻ ആ അവസരത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഈ പിന്നെ ഒരുപക്ഷെ നമ്മുടെ മൈക്കൽ ജാക്സന്റെ ഒരു പിൻഗാമിയായിട്ട് നമ്മുടെ കേരളം ഏറ്റെടുക്കും. ഒരുപക്ഷെ ദേശീയ തലത്തിലും അങ്ങനെ ഏറ്റെടുക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം ആ വേടനിലുണ്ട് എന്ന് ആദ്യത്തെ തവണ തന്നെ മനസ്സിലാക്കി ഞാൻ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ അപ്പോൾ കുട്ടികൾ പഠിക്കണമെന്ന് തന്നെയാണ്. അതിലൊരുപാട് മെസ്സേജസ് ഉണ്ട് മോളെ, ധാരാളം മെസ്സേജുകളുണ്ട്. കാരണം യുവതലമുറയ്ക്ക് ഞാൻ ഏകനാണ്, ഒറ്റയ്ക്ക് പോരാടണം എന്നൊക്കെ പറയുന്ന ഒരു യുവ തലമുറയ്ക്ക് ധീരതയും ശക്തിയും പകർന്നു നൽകുന്ന ഒരുപാട് പിന്നെ തത്വങ്ങൾ, ഒരുപാട് കാവ്യാത്മകമായ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കാവ്യാത്മക രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? അത് വലിയൊരു തീർച്ചയാണ്. പക്ഷേ ഇത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് കേട്ടോ. ഈ അടുത്ത സമയത്തിനുള്ളിലാണോ ഈ വേറെ കുറിച്ച് ഏകദേശം എല്ലാം എനിക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ ഒരു കവിതയും ഉൾപ്പെടുത്തിയിരുന്നല്ലോ ഇപ്പോ. അതായത് മൈക്കൽ ജാക്സന്റെ പിന്നെ വെസ്റ്റേൺ സംഗീതവും ഇതുമായിട്ടുള്ളൊരു താരതമ്യം. അതെ. അപ്പം ഇപ്പൊ ഒരു യുവതി പറയുന്നത്, എനിക്ക് എന്താ പറയാ, വേദന എത്ര വന്നിരുന്നാൽ പോലും വീണ്ടും വീണ്ടും സെക്സ് ചെയ്യാനായിട്ട് വേടൻ നിർബന്ധിച്ചിരുന്നു എന്നൊക്കെയാ പരാതിയിൽ പറയുന്നത്. ആർക്കും ഒരു സെലിബ്രിറ്റി ആയി കഴിയുന്ന ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യാൻ എന്തും പറയാമല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഒരു സ്ത്രീയെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ കുറിച്ച് പറഞ്ഞുകൂടെ, ഇയാൾ വളരെ സമയമായിട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ്, ശല്യം ചെയ്യുകയാണ്. ഞാൻ തെറ്റുകാരനായിരിക്കുമോ? വാസ്തവത്തിൽ അല്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അപ്പം ഉയർന്നു വരുന്നവരെ കുറിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു പിന്നെ പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ വരിക എന്നുള്ളത് ഒരിക്കലും അതിൻ്റെ വിശ്വസനീയതയ്ക്ക് കുറേ പിന്നെ ഒരു സിൻസിയറിറ്റി ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിവുള്ളവരെ മുളയിലേ നുള്ളിക്കളയുക എന്നത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് വേടനോട് കാണിച്ചിട്ടുണ്ടോ എന്നും ഇത്തരുണത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള വേടന്റെ പാട്ടുകൾ കുട്ടികൾ പഠിക്കുന്നതിനോട് എന്താ ചെയ്യേണ്ട അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നമ്മുടെ ഇന്ന് പുതുതായി വളർന്നു വരുന്ന തലമുറ പഴയ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ വേടനെ പോലുള്ളൊരു നല്ലൊരു വ്യക്തി ആ ഒരു പഴയ കാലഘട്ടം ഓർപ്പിച്ചുകൊണ്ട് ഗാനങ്ങൾ എഴുതുകയും അത് സമൂഹത്തിൽ ഇന്ന് പാടി കേൾപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ തലമുറയ്ക്ക് ആ ഒരു ബോധം ഉണ്ടാവും. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാരണം. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത്, മാങ്ങയുള്ള മാവിലെ ഏറുണ്ടാവുള്ളൂ അല്ലേ? മാങ്ങ ഇല്ലാത്ത മാവിലാരും കല്ലെറിയില്ല. അപ്പോൾ മാങ്ങയുള്ള മാവിലെ ഏറുണ്ടാവുള്ളൂ. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേടനെ സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ ഇന്നൊരു
പീഡന കേസിൻ്റെ പരാതി വന്നിരിക്കുകയാണ്. വളരെ ഒരു മീറ്റു ആരോപണം മുന്നേ വന്നിരുന്നു, ഇന്നൊരു പീഡന കേസിൻ്റെ ആരോപണവും വന്നിരിക്കുകയാണ്. അപ്പോൾ സാർ, ഇങ്ങനെയുള്ള വ്യക്തിയുടെ പാട്ടുകൾ കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനോട് സാറിൻ്റെ അഭിപ്രായം എന്താ? ഒരു താല്പര്യമില്ല. ഇല്ല, വേണ്ടെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അതുപോലത്തെ പാട്ടാണല്ലോ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല പാട്ടായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം അതിൻ്റെ പുറകെയാണ്. കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനോട് എന്താണ്? പിന്നെ അതുപോലെ തന്നെ ആകുന്നില്ല. മോളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇയാൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. ഹോസ്റ്റലിൽ കഞ്ചാവൊക്കെ പിടിച്ചെടുത്തതാണ്. ഇങ്ങനെയുള്ള ഒരാളിനെയൊക്കെ നമ്മൾ കുട്ടികൾ നല്ല കുട്ടികൾ എന്നിട്ട് കുട്ടികൾക്ക് മാതൃക, കുട്ടികളെ നിങ്ങൾ മദ്യപിക്കരുത്, കഞ്ചാവ് വലിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അയാളെ റൂമിൽ നിന്ന് ഈ സാധനം എടുത്തിരിക്കുക. ഇയാളൊക്കെ ഒന്ന് പാടാൻ വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത കുട്ടി തലമുറയ്ക്ക് എന്തായിരിക്കും അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്ക്? അപ്പോൾ അത് ശരിയായിട്ടുള്ള നടപടിക്രമമല്ല. അതുകൊണ്ട് ഇതൊന്നും വേണ്ടാതെ വയ്ക്കുന്ന ഒരു ഇതാണ്. അത് വേണ്ടാന്നാണ് വയ്ക്കേണ്ടത്. അങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഈ വേടന്റെ ഇങ്ങനെയുള്ള ഒരു വേടന്റെ പാട്ടുകൾ കുട്ടികൾ പഠിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പല്ലേ കൈകാര്യം ചെയ്യണം. വിദ്യാഭ്യാസ വകുപ്പ് കറക്റ്റായിട്ട് കർശനമായിട്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കഞ്ചാവ് വലിക്കുകയും മീറ്റു കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയുടെ പാട്ട് കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തണമെന്നതിനോട് യോജിക്കുന്നുണ്ടോ? അത് യോജിക്കണില്ല. ഒരു പരിധിവരെ മാതാപിതാക്കളോട് ശ്രദ്ധിക്കണം. മക്കൾ ഏത് രീതിയിലാണ് പോകണമെന്നുള്ള കാര്യം, അവരെ പാഠ്യ വിഷയവും വീട്ടിൽ വരുന്നത് എങ്ങനെയാണ്, മാതാപിതാക്കളോട് പെരുമാറണം എങ്ങനെയാണ് എന്നുള്ള കാര്യം അവരോട് ശ്രദ്ധിക്കണം. പബ്ലിക്കായിട്ടുള്ള ഒരു ശ്രദ്ധ കൂടെ മാതാപിതാക്കൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലാതെ പോവാം. പുള്ളിക്കെതിരെ ഇന്നൊരു പീഡന കേസ് പരാതി വന്നിരിക്കുകയാണ്. ഇങ്ങനെ പീഡന കേസ് പരാതിയും കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ പാട്ടുകൾ കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? എനിക്കത് താല്പര്യമില്ല. കാരണം ഇത് വേടൻ ആരുമല്ല. ഒരു സമൂഹത്തിൽ വേടൻ ആരാണ്? നമ്മൾ ചുമ്മാ വേടെന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് ക്വാളിറ്റിയാണോ ഉള്ളത്? പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് പേര് ഏറ്റെടുക്കുന്നുണ്ട്. ആർക്കും ആരുടെയും നല്ലതാന്ന് പറയാലോ. അയാളുടെ പാട്ടുകൾ കുട്ടികൾ വേടൻ സമൂഹത്തിന് ഒരു സന്ദേശവും കൊടുക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഇന്ന് ഒരു ബലാത്സംഗ പീഡന കേസിന്റെ പരാതി വന്നിരിക്കുകയാണ്. ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേടന്റെ പാട്ടുകൾ കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനോട് സാറിന്റെ അഭിപ്രായം എന്താ? നല്ലതാണ്. വേടൻ സത്യമാണ് വിളിച്ച് പറയണത്. ആ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വേടനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സത്യസന്ധമായിരിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? ഇവിടുത്തെ ഈ സവർണാധിപത്യം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ, അവര് അതിനൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരണേ. എന്റെ വീട്ടിൽ സത്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അദ്ദേഹത്തിനെതിരെ ഇന്നൊരു പീഡന കേസ് പരാതി വന്നിരിക്കുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഇങ്ങനെയുള്ള ഈ വേടന്റെ പാട്ടുകൾ കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനോട് സാറിന് എന്താ പറയാനുള്ളത്? ഒരു താല്പര്യമില്ല. ഇല്ല, വേണ്ട എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? ക്വാളിറ്റി ഉള്ള ഒരാളല്ല, ഒരു ക്വാളിറ്റി കാണില്ല. ഇല്ല, അതുകൊണ്ട് വേണ്ട എന്ന് തന്നെയാണ് അഭിപ്രായം. ഇതൊക്കെ ആവശ്യമില്ലാതെ എന്തിനാണ് ഒരു വ്യക്തി എവിടെ ഏത് സമൂഹത്തിലും എവിടെ ഒരാൾ വ്യക്തി വന്നാലും അപ്പോൾ അവനെ പറ്റി എന്തെങ്കിലും പരിദോഷം പറയും. തെളിവ് കൊണ്ടുവരാൻ പറയും. എവിടെയും തെളിവാണല്ലോ വേണ്ടത്. അങ്ങനെ ഈ വേടന വ്യക്തി എന്നെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയാണ്. അവന് ഒരിക്കലും പോകുമെന്ന് എനിക്കറിയില്ല. കാര്യം വെച്ചാൽ നല്ല വ്യക്തിയാണ്. നമ്മൾ നിശാന്തിയിൽ പരിപാടി കിടന്നപ്പോൾ ഞാൻ പോയി കണ്ടതാണ്, എല്ലാമാണ്. പക്ഷേ ഇത് വെറും പോഷത്വമാണ്. അത് ഈ തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തിൽ പൊതുവേ മലയാളികളുടെ സ്വഭാവമാണ്, ഞണ്ടിൻ്റെ സ്വഭാവമാണ്. ഒരു കുട്ടയ്ക്കകത്ത് ഞണ്ടിട്ട ഒരു ഞണ്ട് കയറുമ്പോൾ അടുത്ത ഞണ്ട് കാലി പിടിച്ച് വലിക്കും. അതേപോലെയാണ് ഇതും അങ്ങനെയാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. വേടനെന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരിക്കലും ചെയ്യൂല. അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരാൻ പറയുക. ഇപ്പോൾ കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും തെളിവാണല്ലോ എവിടെ വെക്കും. അത്രയേ ഉള്ളൂ. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ്? വേടനെതിരെ വന്ന ഈ പരാതികൾ സത്യമാണെന്ന് കരുതുന്നുണ്ടോ? പരാതികൾ സത്യമാവാം അസത്യമാവാം, നമ്മൾ കണ്ടില്ലല്ലോ. ഈ വേടന്റെ പാട്ടുകൾ കുട്ടികൾ പഠിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? കുട്ടികൾ പഠിക്കുന്നത് നല്ല അഭിപ്രായമാണല്ലോ. നല്ല അഭിപ്രായം തന്നെയാണ്. എൻ്റെ കുട്ടികൾ ഇപ്പോഴും ആ പാട്ടുണ്ടെങ്കിലേ ഉറങ്ങുകയുള്ളൂ, എണീക്കുകയുള്ളൂ. ആ കുട്ടി എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ മോൻ്റെ ഒരു ചേച്ചിയുടെ മോനും ഇതേ അവസ്ഥയാണ്. ആ കൊച്ചിനും അതെയാണ്. ആകെ 3 വയസ്സായില്ല, 1 വയസ്സ് കഴിഞ്ഞതിന്. അവൾക്കും ഇപ്പോൾ ആ പാട്ട് കേട്ടാലേ എണീക്കാനും പറ്റും. അവൾ അതുണ്ടെങ്കിൽ അവൾ കൂടുക, അല്ലാതെ നമ്മൾ മൊബൈൽ കൈ കൊടുക്കുമ്പോൾ കളിക്കണമെന്നില്ല. വേടൻ്റെ പാട്ട് എവിടെ കേട്ടാലും അവളത് ഇല്ല, അവൾ അപ്പം അത് ചെയ്യണം.